ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനമുണ്ടായ ധരാൽ രക്ഷാദൌത്യം ഇന്നും തുടരും. 60-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി നിഗമനമുണ്ട്. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. മേഖലയിൽ കുടുങ്ങിയ 28 മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിനിത വിജയ് ഡൽഹിയിൽ നമ്മോടൊപ്പം ചെയ്യുന്നു. വിനിത, ഈ പറഞ്ഞതുപോലെ രക്ഷാദൌത്യം 2ാം ദിനം തുടരുകയാണ്. 60-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോൾ നിഗമനമുള്ളത്. എത്തരത്തിലുള്ള തെരച്ചിലും രക്ഷാദൌത്യവുമാണെന്ന് ശ്രമിക്കുന്നത്? ഈ മേഖലയിലേക്ക് കൂടുതൽ സൈനികരും അർദ്ധസൈനികർക്കും എത്താനായിട്ടുണ്ടോ? കൂടുതൽ വഴികളൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പല മേഖലകളിലായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിന് ഈ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോഴും പല മേഖലകളിലും മഴ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ധരാലിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഭാഗത്തേക്കുള്ള പാതകളും പാലങ്ങളും റോഡുകളും ഒക്കെ തന്നെ പൂർണ്ണമായും പല മേഖലകളിലും തകർന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾക്കൊക്കെ ഈ മേഖലകളിലേക്ക് എത്താൻ വളരെയധികം പ്രയാസമായിരുന്നു. പക്ഷേ എങ്കിലും അത്തരം പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതാണ്ട് 200-ലധികം വരുന്ന ഈ സേനാ അംഗങ്ങൾ, അതിൽ പോലീസുകാരുണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്, ഇങ്ങനെ 200-ലധികം പേരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ കാലാവസ്ഥ മോശമായതൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഒക്കെ ഒന്ന് പ്രതിസന്ധിയിലേക്ക് ആഴ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 190 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണ് ആ മേഖലയിൽ പൂർണ്ണമായും തകർന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു മേഖല പൂർണ്ണമായും ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റ് ഈ മണ്ണിടിഞ്ഞു കിടക്കുന്ന മേഖലകൾക്കിടയിലും ഒക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരത്തിലേക്കുള്ള തിരച്ചിലുകളും ഒക്കെ ആ മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇന്നലെ ഉച്ചവരെ ഈ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഈ വിവിധ മേഖലകളിൽ, ഈ പ്രശ്നബാധിത മേഖലകളിലെല്ലാം ഈ ഡോക്ടർമാരുടെ അടക്കമുള്ള പ്രത്യേക സംഘങ്ങളെ കൂടി എത്തിച്ചിട്ടുണ്ട്. ഒരു പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴും പല മേഖലകളിലും റെഡ് അലേർട്ട്, ഉത്തരകാശിയിൽ ഉൾപ്പെടെ റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ ആ മേഖലകളിൽ ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള ആശ്വാസകരമായ വാർത്ത ഇന്നലെ വന്നിരുന്നു. അവരെ എപ്പോഴേക്ക് നാട്ടിലെത്തിക്കും? അതിനുവേണ്ടിയുള്ള നടപടികൾ അതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? എപ്പോഴേക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത്? അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുതുതായി ലഭിക്കുന്നുണ്ടോ വിനീത? ടിക്ക് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അവർ സുരക്ഷിതരായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രാദേശിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ഇത് ഏറ്റവും കൂടുതൽ ആ മേഖലകളിൽ ഈ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി, ഇപ്പോൾ മലയാളികളായ 28 പേരടക്കം നിരവധി വിനോദസഞ്ചാരികൾ വിവിധ മേഖലകളിലൊക്കെയായി ഉണ്ട്. ഇവരെയൊക്കെ സുരക്ഷിതമായ നാടുകളിലേക്ക് എത്തിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു എന്നാണ് നമുക്ക് പ്രാദേശികമായും ആ മേഖലകളിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ റോഡുകളും പാലങ്ങളും ഈ മേഖലകളിലേക്കുള്ള എത്തിച്ചേരാനുള്ള വഴികളെല്ലാം പൂർണ്ണമായും തകർന്നത് തന്നെയാണ് ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇന്നലെയും പല മേഖലകളിൽ ഈ മണ്ണൊക്കെ ഇടിഞ്ഞു വീണ് അതൊക്കെ മാറ്റിയതിനു ശേഷമാണ് ഈ വാഹനങ്ങളും അല്ലെങ്കിൽ ഈ ദുരിത നിവാരണ സേനകൾക്കുമൊക്കെ ആ മേഖലകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് കൂടി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലകൾ, ഈ പാതകളൊന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം ഈ കൂടുതൽ ആളുകളെ അവിടെ നിന്നും ഒക്കെ എത്തിക്കുന്നതിനും മറ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ഊർജിതമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ അവരെ സുരക്ഷിതരായി തന്നെയാണ് അവർ അവിടെ ഉള്ളതെന്നും നമുക്കൊരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര സഹായത്തിന് ആ മേഖലകളിലുള്ള ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു അടിയന്തര സഹായത്തിന് അവിടെയുള്ള കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാമെന്ന ഒരു വിവരം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പറുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു.
ഈ മേഖലകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പക്ഷേ മോശം കാലാവസ്ഥയും ഒക്കെ അതിനൊരു നേരിയ തോതിലാണെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മൊബൈൽ നെറ്റ്വർക്കുകളൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ആശയവിനിമയം നടത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതും ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. ശരി, വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രക്ഷാദൗത്യം തുടരുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ ദൗത്യസംഘത്തിന് മുമ്പിലുണ്ട്. അതിനെ മറികടന്ന രക്ഷാദൗത്യം അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാവുന്നത്.